പെൺകുട്ടികൾക്ക് മെൻസസ് ഡിലേ ചെയ്യിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് GnRH അനലോഗ് വിഭാഗത്തിൽപ്പെട്ട ഇഞ്ചക്ഷനുകളാണ്. ഇപ്പോൾ ലൂപ്രലൈഡ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ഉണ്ട്, ട്രിപ്റ്റോറിലിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ഉണ്ട്. ഈ ഹോർമോൺ ഇഞ്ചക്ഷനുകളൊക്കെ നമ്മൾ മാസത്തിലൊരിക്കലായിട്ടോ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കലോ ഒക്കെ ആയിട്ട് IM ഇഞ്ചക്ഷനുകളായിട്ട് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനുകളായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പലപ്പോഴും പെൺകുട്ടികൾക്ക് മെൻസസ് നേരത്തെ ആവാനുള്ള സാധ്യത വരുന്ന സമയത്ത്, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് നേരത്തെ വരും, അതായത് 8-9 വയസ്സിന് മുന്നേ വരുന്ന സമയത്ത് അവർക്ക് മെൻസസ് നേരത്തെ ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ ഫൈനൽ ഹൈറ്റ് കുറയുക, അല്ലെങ്കിൽ അവർക്ക് സെക്ഷൽ ഡെവലപ്മെൻറ്റ് നേരത്തെ വരുന്നതുകൊണ്ട് ഉണ്ടാകുന്ന മാനസികാഘാതം, ഇതൊക്കെ തന്നെയാണ്. അപ്പം പലപ്പോഴും നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് വളരെ വലിയൊരു കൺഫ്യൂഷനാണ്. ഇത് കൊടുത്തതുകൊണ്ട് മെൻസസ് ഡിലേ ആവുക, പിന്നീട് അവരുടെ റീപ്രൊഡക്ഷൻ എന്തെങ്കിലും ബാധിക്കുമോ എന്നൊക്കെയാണ് പലപ്പോഴും മാതാപിതാക്കൾ എന്നോട് ചോദിക്കാറ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, വളരെ സേഫായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണത്. മന്ത്ലി ഇത്തരം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വഴി പേഷ്യൻസിൻ്റെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഇത് ബാധിക്കുന്നില്ല. ട്രാൻസിയൻ്റ് ആയിട്ട് അവരുടെ സെക്ഷൽ ഡെവലപ്മെൻറ്റിനെ ഒന്ന് ഹോൾട്ട് ചെയ്യുക, ഒന്ന് തടഞ്ഞു നിർത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഇഞ്ചക്ഷൻ നിർത്തി 1-2 വർഷത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള മെൻസസ് പെൺകുട്ടികൾക്ക് തിരിച്ചു വരുന്നതാണ്, അതായത് പ്യൂബർട്ടി റിസ്യൂം ചെയ്യുന്നതാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ടൊരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. ചെറിയ ചില സൈഡ് ഇഫക്റ്റുകൾ എല്ലാ മരുന്നുകളെയും പോലെ തന്നെ ഇതിനുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുന്ന സമയത്ത് ഇനീഷ്യലി ഒന്ന് ഫ്ലെയർ ചെയ്യാം, ചില സ്പോട്ടിങ് കുട്ടികൾക്ക് കണ്ടുവന്ന് വരാം, ചില ആളുകൾക്ക് തലവേദന പോലെയൊക്കെ വന്നു എന്ന് വരാം. അങ്ങനെ ചെറിയ ചില സൈഡ് ഇഫക്ട്സുകൾ മാത്രമേ ഈ മരുന്നുകൾക്കുള്ളൂ. അല്ലെങ്കിൽ ഈ മരുന്നുകൾ വളരെ സേഫാണ്. അപ്പോൾ പലപ്പോഴും പെൺകുട്ടികൾക്ക് നേരത്തെ മെൻസസ് ഉണ്ടായതുകൊണ്ട് മാത്രം അച്ഛൻ്റെയോ അമ്മേൻ്റെയോ ഒന്നും ഹൈറ്റിലേക്ക് എത്താൻ പറ്റാത്ത പെൺകുട്ടികൾ നമുക്കിടയിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇക്കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു. Stay healthy. Follow for more.